السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. എന്ത് മുറാദുകൾ മനസ്സിൽ വെച്ചിട്ടാണോ അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് അല്ലാഹ്, അവരെ സകലമാന മുറാദുകളും നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, ഒരു നിലക്കും അവരെ കൊയക്കല്ലേ അല്ലാഹ്, ഒരു നിലക്കും നീ തളർത്തല്ലേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ കൊടുത്തുകൊണ്ട്, പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു നിലക്കും അവരെ തളർത്തല്ലേ അല്ലാഹ്. നീ കൊയക്കല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അമല് ഒരു പവർഫുള്ളായിട്ടുള്ള 3 ആയത്തുകളാണ്. പവർഫുള്ളായിട്ടുള്ള 3 ആയത്തുകൾ. ഞാൻ പവർഫുള്ളാണെന്ന് പറയാനുള്ള കാരണം അത്രയും ശ്രേഷ്ഠമായ 3 ആയത്തുകളാണ്. ചെറിയ, എല്ലാവർക്കും ഓതാൻ പറ്റിയ ചെറിയ 3 ആയത്തുകൾ. ഈ ആയത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആരെങ്കിലും ഈ ആയത്തിനെ പരിപൂർണമായിട്ട് ഒരു ദിവസം ഓതിയാൽ, ആ 3 ആയത്തുകൾ ഒരു ദിവസം സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം, ഒരു ദിവസം സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം അവന്റെ ജീവിതത്തിന്റെ ആരംഭം, ഒരു ദിവസത്തിലെ ജീവിതത്തിന്റെ ആരംഭം തുടങ്ങുന്നത് സുബ്ഹിയോടുകൂടെയാണ്, സുബ്ഹ് നിസ്കാരത്തോടു കൂടിയാണ്. ആ നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിലിരുന്നു കൊണ്ട് നിങ്ങൾ ആ 3 ആയത്തുകൾ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ വിജയങ്ങളാണ്, വലിയ വിജയങ്ങളാണ് നമ്മെ തേടി വരുന്നത്. അല്ലാഹുവേ, 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 ഞങ്ങൾക്ക് ഓതാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പിന്നെ എപ്പോഴാണ് ഓതേണ്ടത്? മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അവൻ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ആ 3 ആയത്തുകൾ ഓരോ തവണ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വിജയങ്ങളാണ്, വലിയ സമ്പന്നനാക്കും അല്ലാഹു. ഒരാളെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ പിന്നൊരിക്കലും അവൻക്ക് ഉണ്ടാവൂല. ഒരാളെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ, ഒരാളെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ അവൻക്കുണ്ടാവൂല. സമ്പത്ത് അവനെ തേടി വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഏതാണ് ആ 3 ആയത്തുകൾ? ഏതാണ് ആ 3 ആയത്തുകൾ? ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ധാരാളം ആളുകൾ പറയുന്നതാണ്, തങ്ങളെ വലിയ സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, അതിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ജോലിയുണ്ട്, വലിയ സാലറി ഉണ്ട്, പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് മാറ്റിവെക്കാൻ ഞങ്ങളെ പണം തികയുന്നില്ല.
എന്നെല്ലാം പറയുന്ന പരാതികൾ, അവർക്കൊക്കെ വലിയ വിജയമാണ് ഈ 3 ആയത്തുകൾ, 3 സൂറത്തിലെ 3 ആയത്തുകൾ, ചെറിയ 3 ആയത്തുകൾ. ഇത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാരായണം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കം, ഭർത്താവിൻ്റെ ജോലിയിലെ പ്രയാസങ്ങൾ, ഭർത്താവിൻ്റെ കടങ്ങൾ, ഭർത്താവിൻ്റെ ബിസിനസ്, ഭർത്താവിൻ്റെ ജോലി എല്ലാം റാഹത്തായി കിട്ടും. എല്ലാം അതിലൊക്കെ ഒരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ 3 ആയത്ത് കൊണ്ട് സാധ്യമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും. മാത്രമല്ല, ഭർത്താവിൻ്റെത് മാത്രമല്ല, നമ്മളെ മകൻ ജോലിയിൽ വലിയ പ്രയാസമാണ്. കുറെ മാസങ്ങളായി അവൻ വിദേശത്താണ്, തങ്ങളെ റൂമിലാണ് വിസിറ്റിംഗ് അടിച്ചുകൊണ്ട് ജോലി ഇങ്ങനെ തിരയുകയാണ്. ഒരു ജോലിയും റെഡിയായിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏത് അമലാണ് പതിവാക്കേണ്ടത്? ഏത് ദുആയാണ് പതിവാക്കേണ്ടത്? ഏത് ദിക്റാണ് പതിവാക്കേണ്ടത്? ഏത് സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്? ഏത് ആയത്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അമലാണ് ഞാൻ ജീവിതത്തിൽ പതിവാക്കേണ്ടത്? തങ്ങളെ പറഞ്ഞോളൂ, ഞാൻ സ്വീകരിക്കാം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ 3 സൂറത്തിനെ നീ പതിവാക്കിയാൽ നിന്റെ മകൻ അനുഭവിക്കുന്ന ജോലി പ്രയാസങ്ങള്, ജോലിയിലെ ഞെരുക്കങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, കടങ്ങള് എല്ലാം നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ചൊല്ലാനും ഓതാനും ജീവിതത്തിൽ പതിവാക്കാനും ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നു മുതൽ ഇതാ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ഈ അമലിനെ ഞങ്ങൾ പതിവാക്കാൻ തയ്യാറായി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോരോ ഇടങ്ങേറുകൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, വലിയ കടബാധിതനാണ് തങ്ങളെ, വലിയ ലക്ഷക്കണക്കിന് കടബാധിതനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവരില്ലേ, ഇൻഷാ അല്ലാഹ് ഈ അമലിനെ പതിവാക്കി കഴിഞ്ഞാൽ ഇനി ഇൻഷാ അല്ലാഹ് അത്ര ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹുവേ, വലിയ കടങ്ങളിൽ നിന്നാ നീ രക്ഷ നൽകണേ അല്ലാഹ്, നീ രക്ഷ നൽകണേ അല്ലാഹ്. സാമ്പത്തിക ഞെരുക്കത്തിൽ അല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. സമ്പത്തുണ്ടെങ്കിലുള്ളൂ വലിയ സമ്പന്നനാവാനും നമുക്ക് ദുആ ചെയ്യണ്ട. ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കണം, കടമില്ലാതെ, ഒരാളെ മുന്നിൽ പോയി കൈ നീട്ടാതെ, തലകുനിക്കാതെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ 3 ആയത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഈ 3 ആയത്തിനെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ വലിയ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഇൻഷാ അല്ലാഹ് നിനക്ക് ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവേ, ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇതാ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ ഞങ്ങൾ ഇതാ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ തമ്പുരാൻ. നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? എരിയുന്ന തീനെ വെള്ളമൊഴിച്ച് കെടുത്തുന്നത് പോലെ പടച്ച റബ്ബിന്റെ ഒരു കൂട്ടിപ്പിടുത്തമുണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിന്റെ ഒരു കൂട്ടിപ്പിടുത്തമുണ്ട് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഈ അമലിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ പടച്ച റബ്ബിന്റെ ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാകും. നിങ്ങളെ മാനസികമായ പ്രതിസന്ധികൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ധാരാളം ആളുകൾ അത്തരം പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ മേൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകൾ. അത്തരം പ്രയാസത്തിലാണ്. വലിയ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, വലിയ സാമ്പത്തിക
സാമ്പത്തികമായ ഞെരുക്കത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, പൈശാചികമായ ഷർറുകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. വലിയ ബിസിനസ് ആയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, സീറോയാണ്. ഇൻഷാ അല്ലാഹ് അവരങ്ങനെയുള്ള ആളുകൾ ഒരു നിമിഷം കൊണ്ടാണ് തങ്ങളെ എല്ലാം തകർന്ന് തരിപ്പണമായത്. എനിക്ക് സംശയമുണ്ട്, ഇതിലെന്തോ വലിയ പ്രയാസമില്ലാതെ ഇത്തരം പ്രതിസന്ധി എനിക്ക് വരില്ല, ഞാൻ നേരിടേണ്ടി വരില്ല. അത്രയും സ്ട്രോങ് ആയി എൻ്റെ ബിസിനസ് മുന്നോട്ട് പോയിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാണ്ടായത്. അവരുടെ കാര്യങ്ങൾ വന്ന് ഇവിടെ പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ പ്രയാസം, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവരെ വരിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. അവർ വലിയ പ്രയാസത്തിലാണ് ഉള്ളത്, നിലകൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നാലിൻ്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോഴാണ് അവരിവിടത്തേക്ക് ഇവിടമിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയുന്നത്, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് തങ്ങളെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കുടുംബത്തിലുണ്ടായ പ്രയാസമാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളെ ഇടയിലുണ്ടായ പ്രയാസമാണ്, അത് ഇത്രയും പ്രതിസന്ധിയിലേക്ക് വന്നോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് ആരാണ്? സ്വന്തം ചോരയാണ്, അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പാണ് ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം കെണി വലകൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടിട്ടുള്ളത്. ഒരാളും നന്നാകുന്നത്, ഒരാളും ഉയരുന്നത് എന്നേക്കായും ഉയരണ്ട. അവൻ എന്നാണ് ഇത്തരം നിലയിലെത്തിയത് എനിക്കറിയാലോ, എനിക്കറിയാലോ. അസൂയ മനസ്സുകളാണ്. മഹാന്മാരായി അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് സഹോദരങ്ങളുടെ ഉണ്ടാകുന്ന അസൂയയാണ്. അസൂയയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സൃഷ്ടിച്ച മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രം നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം. അതിലേക്കൊന്നും ഞാൻ വിശദമായി കടക്കുന്നില്ല. അസൂയ ഒരാളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കേണ്ടത് അവനെ എങ്ങനെയെങ്കിലും തകർക്കണം, അവന്റെ ബിസിനസ് എങ്ങനെയെങ്കിലും ഇരിക്കണം, അവൻ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കണം എന്നായിരിക്കും അവൻ ചിന്തിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, അത്തരം പ്രയാസങ്ങളിൽ നിന്ന്, അത്തരം മാരകമായ സിഹ്ർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാ ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ, നീ കരകയറ്റണേ അല്ലാ. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാ ഈ അമല് ഒരു ദിവസം ഈ അമല് ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇത്തരം സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരില്ല, ഇത്തരം പ്രയാസങ്ങൾ എനിക്ക് അനുഭവപ്പെടേണ്ടി വരില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ മജ്ലിസിൽ പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് ഈ മജ്ലിസിലേക്ക് വിളിക്കുന്നത്. ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കർണാടക പോലുള്ള, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ബന്ധപ്പെടുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, ധാരാളം ദ്വീപുകളിലുള്ള എൻ്റെ ദ്വീപ് നിവാസികൾ, നമ്മളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ, ഇവിടമിൽ കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, ധാരാളം പ്രവാസ മേഖലകളിലുള്ള, മറ്റുള്ള രാജ്യങ്ങളിലുള്ള ധാരാളം ആളുകൾ നിരന്തരമായി നമ്മളെ മജ്ലിസിലേക്ക് വിളിച്ചുകൊണ്ട് പല പ്രയാസങ്ങൾക്ക് പരിഹാരം തേടുന്ന ആളുകൾ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഇവരെല്ലാം വിളിക്കുന്നത് അവർ നീറുന്ന പ്രയാസങ്ങളായിട്ടാണ്, നീറുന്ന ബുദ്ധിമുട്ടുകളായിട്ടാണ്, വേവലാതികളായിട്ടാണ്, ഇടങ്ങേറുകളായിട്ടാണ്. അല്ലാഹുവേ, നീ പരിഹരിക്കണേ അല്ലാ, നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം ഇതിൽ നിന്നൊരു മോചനം, ഒരു മുക്തത അല്ലാ നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ഒരു സംരക്ഷണം നീ
കൊടുക്കണേ തമ്പുരാനെ, നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെയല്ല വിളിക്കുന്ന ആളുകള്, നിരന്തരം വിളിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാകും അവർ വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്, ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത് ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് ചില സമയത്ത് നിങ്ങൾക്ക് ബിസി ആയിരിക്കും, ചില സമയത്ത് മറ്റുള്ള പ്രോഗ്രാമിലോ മറ്റുള്ള മജ്ലിസിലോ മറ്റുള്ള പരിപാടികളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലായിരിക്കും. അപ്പോഴാണ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാറുമുണ്ട്, അങ്ങോട്ട് തിരിച്ച് വിളിക്കാറുമുണ്ട്. അങ്ങനെ വിളിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രയാസപ്പെടണ്ട. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അറ്റൻഡ് ചെയ്യും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അവരൊക്കെ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിംഗ് ഉള്ളത്, ഇനി എന്നാണ് വീട്ടിൽ നോട്ടമുള്ളതെന്നാണ്. ഇനി നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഇനി നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ നിന്ന് വലിയ വലിയ ശിഫ നേടിയ ആളുകൾ, വലിയ ബുദ്ധിമുട്ടുകൾക്ക്, ഇടങ്ങേറുകൾക്ക് വലിയ പരിഹാരം തേടിയ ആളുകൾ, ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മജ്ലിസിന്റെ ഒരു ഫളായിലാണ്, മജ്ലിസിന്റെ ഒരു കറാമത്താണ്. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായി ഇന്തോനേഷ്യയിലെ അച്ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുത്ബ് ബാ ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് അമല് സ്വീകരിക്കുന്ന ആളുകൾക്ക്, ഇവിടമിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും തടിച്ചുകൂടുന്ന ആളുകൾക്ക് വലിയ കാര്യങ്ങൾക്ക്, വലിയ അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും വലിയ പരിഹാരമാകുന്നത് ഈ മഹാന്റെ കറാമത്താണ്. അല്ലാഹുവേ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഞാൻ എപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ, നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും, എന്ത് പ്രയാസത്തിലാണെങ്കിലും, നീറുന്ന വേവലാതിയിലാണെങ്കിലും, നീറുന്ന പ്രയാസത്തിലാണെങ്കിലും, ഇടങ്ങേറിയിലാണെങ്കിലും ഇൻഷാ അല്ലാഹ് ആ മഹാന്റെ ഹളറത്തിലേക്ക് നിങ്ങളൊരു 11 ഫാത്തിഹ ഓതിയാൽ എല്ലാം നിങ്ങൾക്ക് റാഹത്തായി കിട്ടും. ധാരാളം അനുഭവങ്ങളാണ്. അല്ലാഹുവേ ഓതാനും അല്ലാഹു ഞങ്ങളെ പ്രയാസങ്ങൾ മാറാനും ആ മഹാന്റെ കാവല് ഞങ്ങളെ ജീവിതത്തിലുടനീളം നൽകാനും അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് എന്താണ് അമല്, ഏതാണ് ആ 3 സൂറത്തുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതാനും ജീവിതത്തിൽ പതിവാക്കാനും ജീവിതത്തിൽ ദായിമാക്കാനും, എന്നിട്ട് നമ്മളെല്ലാ പ്രയാസങ്ങളും മാറ്റി നൽകാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ 3 സൂറത്തുകൾ? ഒന്നാമതായിട്ട് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സൂറത്തുൽ അൻആമിലെ 133ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻആം എടുക്കുക, 133ാമത്തെ ആയത്ത് മറക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് സുബ്ഹിന്റെ ശേഷം സുബ്ഹി നിസ്കരിച്ച് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്ക്. ഒരു സമയത്ത് തോന്നാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും മറ്റുള്ള സമയങ്ങളിൽ നമുക്കത് കാണാപ്പാടാകും, മനപ്പാടാകും, പിന്നെ അത് ഇങ്ങനെ പ്രാവർത്തികമാവും. ഇൻഷാ അല്ലാഹ് ഒറ്റ തവണ ഓതിയാൽ മതി. ഈ 3 ആയത്തുകൾ ഓരോ പ്രാവശ്യം ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഓത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓതാൻ ശ്രമിക്ക്. ഏതാണ് ആയത്ത്, ഏതാണ് സൂറത്ത്? സൂറത്തുൽ അൻആമിലെ 133ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഇൻഷാ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
وربك العلي ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين. 133-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ നിങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ, സൂറത്തുൽ അൻആമിലെ 133-ാമത്തെ ആയത്ത് ഓതിയാൽ എല്ലാ കടങ്ങളും അല്ലാഹു മാറ്റി നൽകും, എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും അല്ലാഹു മാറ്റി നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഇടങ്ങേറുകളും അല്ലാഹ് നീ മാറ്റി നിന്നല്ലാ. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നീ നൽകണേ അല്ലാഹ്. ഏതാണ് രണ്ടാമത്തെ ആയത്ത്? സൂറത്ത് യൂനിസ് നിങ്ങൾ എടുക്കാൻ. സൂറത്തുൽ യൂനിസിലെ 68-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا اتخذ الله ولدا سبحانه هو العلي له ما في السماوات وما في الأرض إن عندكم من سلطان بهذا أتقولون على الله ما لا تعلمون. സൂറത്തുൽ യൂനിസിലെ 68-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഒരു തവണ ഈ ആയത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ എപ്പോഴും ഓതാൻ പറ്റിയ ഒരു ചെറിയ ആയത്താണ് സൂറത്തുൽ യൂനിസിലെ 68-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ നിങ്ങൾ ഓതിയാൽ നിങ്ങളെ സമ്പത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകും, വലിയ അഭിവൃദ്ധി നൽകും. ബിസിനസ്സിൽ അല്ലാഹു റാഹത്ത് നൽകും, ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകും, കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിതാ ഈ മജ്ലിസ് കേട്ടുകൊണ്ട് ഞങ്ങളിതാ ഓതാൻ തയ്യാറായി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സൂറത്തുൽ യൂനിസിലെയും സൂറത്തുൽ അൻആമിലെയും ഈ സൂറത്തുകൾ ഞങ്ങൾ ഓതാൻ തയ്യാറായി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെല്ലാ ഇടങ്ങേറുകളും നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇതാണ് മൂന്നാമത്തെ ആയത്ത്. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ആയത്ത് മറ്റൊന്നുമല്ല. മൂന്നാമത്തെ ആയത്ത് ഏതെന്നറിയോ? സൂറത്തുൽ ഹജ്ജിലെ 64-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹജ്ജ് സൂറത്ത് എടുക്കുക, മറക്കുക. 64-ാമത്തെ ആയത്ത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഇന്നല്ലാഹ ലഹുവൽ അലിയ്യുൽ ഹമീദ്. ഇൻഷാ അല്ലാഹ് ഈ 64-ാമത്തെ ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഈ മൂന്നായത്തുകൾ ഏതാണ്? സൂറത്തുൽ അൻആമിലെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ ആയത്ത്, സൂറത്തുൽ യൂനിസിലെ ഈ ആയത്തിൽ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും, എല്ലാ കടങ്ങളും അല്ലാഹു മാറ്റി നൽകും. അല്ലാഹ് ഞങ്ങൾക്ക് നീ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹ് ഒരു പ്രയാസങ്ങളും നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ ബിസിനസ് തുടങ്ങുകയാണ് ഉസ്താദേ, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ് ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, റാഹത്തേക്കണേ അല്ലാഹ്. അവരെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ.
ഈ മജ്ലിസിൽ വെച്ച് ഇതാ ഞങ്ങളിത് പതിവാക്കാൻ ദായിമാക്കാൻ തീരുമാനിച്ച അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തർ ഇത് ഞാൻ ചെയ്യും. തങ്ങളെ സുബ്ഹിക്ക് ശേഷം ഒരു വട്ടം അല്ലേ, അതെ സുബ്ഹിക്ക് ശേഷം ഒരു വട്ടം ഈ 3 ആയത്തുകൾ സുബ്ഹിക്ക് ശേഷം ഓരോരോ പ്രാവശ്യം ഓതുക. എന്നിട്ടോ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ഓരോരോ പ്രാവശ്യം. ഈ 2 സമയങ്ങളിൽ സമയം മറന്നു പോകണ്ട. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ആ 3 ആയത്തുകൾ ഒരാഴ്ച ഓതുമ്പോ ഒരാഴ്ച നമുക്ക് നോക്കി ഓതേണ്ടി വരും. ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ അൻആം എടുക്കുക, അല്ലെങ്കിൽ സൂറത്തുൽ യൂനിസ് എടുക്കുക, സൂറത്തുൽ ഹജ്ജ് എടുക്കുക, അങ്ങനെ ഓതേണ്ടി വരും. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ബൈഹാട്ടാവും, മനപ്പാടാവും. ഇൻഷാ അല്ലാഹ് ഇനി ഈ ദിവസക്കണക്കില്ല, എന്നത് പതിവാക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ഭർത്താവിന് വേണ്ടി ഓതാം. വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട്, മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഭർത്താവിന് വേണ്ടി ഓതാം, മകൻക്ക് വേണ്ടി ഓതാം, മകൾക്ക് വേണ്ടി നമുക്ക് ഓതാം. ആർക്കും ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്തുകൾ മറന്നു പോകരുത്. ഓരോ തവണ നിങ്ങൾ ഓതിയാൽ ഇത്തരം പ്രയാസങ്ങൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ തേടി വരില്ല. അല്ലാഹുവേ, ഓതാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ സയ്യിദിയം മജ്ലിസിൽ വെച്ച് അല്ലാഹ് ഞങ്ങൾ ഓതാൻ തയ്യാറായി അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സയ്യിദിയം മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാഹ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ സഹോദരന്മാർ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പറയാറുണ്ട്, തങ്ങളെ ഞാൻ ഈ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവളാണ്, തങ്ങളെ ദുആ ചെയ്യണേ തങ്ങളെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹ് അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് ബലാഅകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കില്ല തമ്പുരാനെ. അല്ലാഹ് ഈ മജ്ലിസിന്റെ കാവൽ അവരെ ജീവിതത്തിൽ ഉടനീളം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്തു പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഈ പാപികളെ പെടുത്തണേ അല്ലാഹ്. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ പാവങ്ങൾക്ക്, ഈ പാപികൾക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് അവർ എന്ത് പറഞ്ഞാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് അല്ലാഹ് നിനക്കറിയാമല്ലോ അല്ലാഹ്, നിനക്കറിയാമല്ലോ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നിറക്കണേ അല്ലാഹ്, ഞങ്ങളെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, റാഹത്തേകണേ അല്ലാഹ്, ഐശ്വര്യം നിറക്കണേ തമ്പുരാനെ. നീ നിറക്കണേ അല്ലാഹ്, നീ നിറക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾക്കൊന്നും ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും ഒരുപോലെ കാർന്നു നിന്ന അത്ര മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്.
അല്ലാ, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഒരു മൂലയിലാക്കി കെടുത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഭക്ഷണത്തിന് പൈപ്പിട്ടുകൊണ്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ടുകൊണ്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അവസ്ഥ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നൽകല്ല അല്ലാ. ഈമാനോടുകൂടിയുള്ള മരണമല്ല ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. മാരകമായ പ്രയാസങ്ങൾ, അസുഖങ്ങൾ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ഞങ്ങളെ തളർത്തല്ലേ അല്ലാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാ, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. ഈ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ. മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ, നീ അവരെ സ്നേഹിക്കണേ അല്ലാ, നീ അവരെ കബൂൽ ചെയ്യണേ അല്ലാ, നീ അവർക്ക് റാഹത്തേകണേ അല്ലാ, ഐശ്വര്യം നിറക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി അല്ലാ ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താലും ഞങ്ങൾക്കൊരു പ്രയാസമില്ല അല്ലാ, നീ ഒരുവൻ ഞങ്ങളെ വെറുത്തു കഴിഞ്ഞാൽ അല്ലാ ഞങ്ങൾക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ വെറുക്കല്ലേ അല്ലാ, നീ വെറുക്കല്ലേ തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചു, നീ ഒരുവൻ ഞങ്ങളെ ഇഷ്ടം വെച്ചില്ല അല്ലാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലാ. അല്ലാ ഞങ്ങൾക്ക് നീ അല്ലാ ഞങ്ങളെ നീ ഇഷ്ടം വെക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അല്ലാ റൗളയൊന്ന് ഞങ്ങളെ കാണിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാ ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. അല്ലാ ഞങ്ങൾക്ക് നീ ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ, നീ ഇടങ്ങേറുകൾ നൽകല്ലേ തമ്പുരാനെ. ഒരു നിലക്കും ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാ, ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ, കണ്ടിരുന്ന ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാ, ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, ഖബർ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ പറയുന്ന ഓരോരോ അമലിന്റെയും ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായ ഓരോരോ അമലിന്റെയും ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാ അവരെ ഖബറിൽ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ പ്രകാശം നിറക്കണേ അല്ലാ, നീ നിറക്കണേ അല്ലാ.
10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹ് ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്. ഖബറിലേക്കൊരു ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാഹ്. നീ വിരിപ്പിക്കണേ അല്ലാഹ്. നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുകി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. അല്ലാഹ് ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹ് ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്. നീ വിശാലത നൽകണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും അല്ലാഹ്. അല്ലാഹ് ഖബർ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാലുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഷാ അല്ലാഹ് ഒരു പോസ്റ്റർ നിങ്ങൾ കാണും. ധാരാളം ആളുകൾക്ക് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ധാരാളം ആളുകൾ മനസ്സിൽ കൊതി വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ സയ്യിദിയം മജ്ലിസിന്റെ കീഴിൽ ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് റാഹത്താണ്. ബഡ്ജറ്റ് കൊണ്ടും അതിനുള്ള പണം കൊണ്ടും അവിടെയുള്ള റൂം സൗകര്യം എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളും കൊണ്ടും നിങ്ങൾക്ക് റാഹത്താണ്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, നമ്മമായി അറിയപ്പെടുന്ന ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ കൊടുത്ത ആ പോസ്റ്ററിൽ കൊടുത്ത നമ്പറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് മുൻകൂട്ടി ഇൻഷാ അല്ലാഹ് സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.